എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷ എന്ന് പറയുന്നത് +2 വിദ്യാർത്ഥികൾക്കാണ്. +2 വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത് പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. സാധാരണയിൽ സെക്കൻഡ് ലാംഗ്വേജസ് മലയാളം, ഹിന്ദി, സംസ്കൃതം, അതുപോലെ തന്നെ ഉറുദു, അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ ജർമ്മനി പോലുള്ള ആ ഒരു ഭാഷകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാധാരണ അധികം ഹിന്ദി അല്ലെങ്കിൽ മലയാളം അങ്ങനെയാണ് സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ +2 വിദ്യാർത്ഥികൾക്ക് രാവിലെയാണ് എല്ലാ പരീക്ഷയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷകൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു മലയാളം സെക്കൻഡ് ആണെങ്കിലും പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഈ ഒരു പരീക്ഷ ഈസി അല്ലായിരിക്കാം, ടഫായിരിക്കാം. ചില വിദ്യാർത്ഥികൾക്കെങ്കിലും പരീക്ഷ എഴുതാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു. ഇനി +2 വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ 17-ാം തീയതിയുള്ള പരീക്ഷ എന്ന് പറയുന്നത്, അതായത് 17-ാം തീയതിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇനി, അതായത് ചൊവ്വാഴ്ചയാണ് പരീക്ഷയുള്ളത്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച മാത്തമാറ്റിക്സ്, അതുപോലെ പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ തന്നെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്സ് പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കീം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ +2വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്കാണ് ഈ ഒരു കീമിനൊക്കെ പരിഗണിക്കുന്നത്. അതായത് +2 സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സും അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ മാത്സ് പരീക്ഷയ്ക്ക് കുറച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +1 പരീക്ഷ കൂടി അവർ തോറ്റ സബ്ജക്റ്റ് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി നാളെ പരീക്ഷയുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷയുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷയുള്ളത്. അപ്പോൾ നാളെ ഉള്ളത് കെമിസ്ട്രി ആണ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, എനിക്ക് +1ൽ ഡബിൾ പാസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ +2ന് നല്ല മാർക്ക് വാങ്ങിക്കണോ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ മതിയോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാം. കാരണം നിങ്ങൾക്ക് മാർക്ക് പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ വല്ല കോഴ്സുകളോ മറ്റോ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം, അതുപോലെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, +2 ജയിക്കാൻ എനിക്ക് എത്ര മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. ഇത് +1 വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ആ ഒരു വർഷത്തെ സബ്ജക്റ്റ് പാസ്സാവും. 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 24 മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും. ഇനി നിങ്ങൾക്ക് ഒരു +2 പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 60 മാർക്ക് എന്ന് പറയുമ്പോൾ 2 വർഷത്തെ സബ്ജക്റ്റ്, അതായത് +1 +2 വരുന്നുണ്ട്. അപ്പോൾ 60 × 2, അതായത് 120ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ 120ൽ നിങ്ങൾ 36 മാർക്ക് വാങ്ങിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ 36 കിട്ടിയാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകും. ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടിയിട്ട് അതും ഈ ഒരു പരീക്ഷയുടെ മാർക്കും കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് 36 ഏറ്റവും കുറഞ്ഞത് കിട്ടിയാൽ നിങ്ങൾ ജയിക്കാൻ പറ്റും. ഇനി 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം +1 +2 നോക്കിയിട്ടാണ് +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ 80-ഉം 160 മാർക്ക്. 160ൽ നിങ്ങൾ 48 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതായത് 160ൻ്റെ 30% ആണ് ഈ ഒരു 48 എന്ന് പറയുന്നത്. അതുപോലെ 120ൻ്റെ 30% എന്ന് പറയുന്നതാണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 160ൻ്റെ 30% ആയിട്ടുള്ള 48 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ +1 +2ൻ്റെ TE മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 160ൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ ജയിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമായിരിക്കും, എനിക്ക് +1ന് ഇത്ര മാർക്കാണുള്ളത്, അപ്പോൾ +2ന് ഞാൻ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 60 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം പാസ്സാവാനായിട്ടുള്ള മാർക്ക് 36 മാർക്കാണ് 2 വർഷം കൂടി. അപ്പോൾ 36ൽ നിന്നും നിങ്ങൾക്ക് +1ന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുവോ അതാണ് നിങ്ങൾ ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടുന്നതായിരിക്കും. ഇനി 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 48 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അപ്പോൾ 48ൽ നിന്നും +1ന് കിട്ടിയ മാർക്ക് എത്രയാണോ ആ ഒരു മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുവോ അതാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിലിപ്പോൾ +1ൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് എന്ന വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ +1
അല്ലെങ്കിൽ പ്ലസ് ടു തോറ്റ സബ്ജക്റ്റ് ഏതാണോ തോറ്റ സബ്ജക്റ്റിൻ്റെ പ്ലസ് 1 പ്ലസ് 2 പരീക്ഷകൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതേണ്ടതുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ തോറ്റ സബ്ജക്റ്റിൻ്റെ പ്ലസ് 1 പരീക്ഷ കൂടി എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ പ്ലസ് 1 തോറ്റ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടുവിൻ്റെ ആ ഒരു സബ്ജക്റ്റും എഴുതേണ്ടതായിട്ട് വരും. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ആബ്സെൻ്റ് എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് 2 വിഭാഗത്തിൽ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് 2 പരീക്ഷയ്ക്ക് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതിനാൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സേ പരീക്ഷ, അതായത് പ്ലസ് 2 തോറ്റ സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എത്ര വേണമെങ്കിലും, അത് തോറ്റ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റ് സേ പരീക്ഷ എഴുതാൻ പറ്റും. എന്നാൽ പ്ലസ് 2 ജയിച്ച, ഇപ്പോൾ ജസ്റ്റ് പാസ് നേടി ജയിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ആ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് മാർക്ക് ഒരു സബ്ജക്റ്റിനെ മാത്രമാണ് വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് അവസരം നൽകുന്നത്. അപ്പോൾ അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ തന്നെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് പ്ലസ് ടുവിന് ശേഷം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ നിലവിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം നിലവിൽ ഇല്ല. അതിനാൽ തന്നെ DHSCയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. പരീക്ഷയിൽ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവരും ഇനിയുള്ള പരീക്ഷകൾക്ക്, അതായത് ഇപ്പോൾ നടന്നിട്ടുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.